ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പറയാൻ പോകുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. യുവതിയെ പ്രേമിച്ച ഗന്ധർവൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും. പുരാണ ഗ്രന്ഥങ്ങളിൽ ഗന്ധർവന്മാരിൽ നിന്ന് മക്കൾ ജനിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലും അങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നാതിരിക്കുകയില്ല. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. എനിക്ക് ഒരു പ്രത്യേക വിഷയമാണ് മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കണം. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അവകാശമാക്കി തീർക്കണം. ഇത് ദൈവത്തിൻ്റെയും വാഗ്ദത്തമാണ്. നീ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മക്കളില്ലാതെ 10ഉം 20ഉം വർഷം ആയ ദൈവമക്കൾക്ക് അവർ എവിടെ ഇരിക്കുന്നുവെന്നോ എന്ത് ചെയ്യുന്നുവെന്നോ ഞങ്ങൾ അറിയാതിരിക്കുമ്പോൾ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏത് രാജ്യത്തിലിരുന്ന് കേട്ടാലും അവിടെ ഫലമുണ്ടാകുന്നു. അല്ലാതെ അവരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുകയോ അവരെ ദേഹത്ത് തൊട്ട് പ്രാർത്ഥിക്കുകയോ അവരെ വിളിച്ച് നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുകയല്ല നമ്മുടെ രീതി. വചനം അതിവേഗം എത്തുന്നു. ദൂതൻ മറിയയോട് പറഞ്ഞത്, നീ ഒരു മകനെ പ്രസവിക്കും. ആ വാക്കുകളാണ്, ആ വചനമാണ് അവളുടെ ഉള്ളിൽ യേശു രൂപാന്തരപ്പെട്ടു വരുവാനിടയായിത്തീർന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ പറയുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് അത് ജീവനായി പരിണമിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. എല്ലാവരും സൗഖ്യം പ്രാപിക്കുമോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം. ഏതെങ്കിലും ആശുപത്രിയിൽ, ഏതെങ്കിലും വീടുകളിൽ, എവിടെ ആയിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് കണ്ണുനീരോടെ, കർത്താവേ ഞാൻ ദുഃഖിതനാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇത് തന്നെ ആണ് അതിൻ്റെ ആപ്തവാക്യം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നന്മ ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഷിബില രഗതലറിക്കോ പൂർവബാരവാദ സൈന്യ രഗതലറിയ ഷബാബാബാരഗാദസ്യ ശംബാരഗതലസിക്കോ മൈ ഫാദർ ദി ഗൈഡരഗതലസ്യ ഉഷ ഖബാരബാദലസിക്കോ മൈ ഫാദർ ദീജാര ദലറിക്കോ റൈഡാദലസ്യ ഉജഹസിക്കോ ഗ്രേൻജരഗതലറി ബ്രൗഡ ബൗദസി ബിഷിക്കോ ദിഷൈൻജരഗതലറിയ ഷിക്കോ മൈ ഫാദർ ദില രഗാദലറിക്കോ റൈഡബ ദസിക്കോ ദിജ ബൈഡബ ദലസിക്കോ ജഗാരഗതലറി റിഖബ ഹരഗതലറിക്കോ ബ്രൈഡബാദസ്യാലിയ ജില ഹസിക്കോ ബൈഷിക്കോ മൈ ഫാദർ. ഫാദർ, ഞങ്ങൾ വിശ്വാസത്തോടെ ദൈവമക്കൾക്ക് വേണ്ടി, ഇത് കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ. ഭൂതബാധിതർ, ഭൂതങ്ങൾ വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ.
യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ ശാസിക്കപ്പെടട്ടെ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് മക്കൾ ജനിച്ചു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ കരങ്ങളെ നീട്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കുഞ്ഞുങ്ങൾ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഐശ്വര്യമുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടഭാരത്തിലായിരിക്കുന്നവർ അവിടെ നിന്ന് വിടുവിക്കപ്പെടുവാൻ വഴി തുറക്കണമേ. ദൈവം അങ്ങനെ പലതും ചെയ്തിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആത്മഹത്യ പരിഹാരമല്ല. ആത്മഹത്യ കടഭാരത്തിന് പരിഹാരമല്ല. കടഭാരം നീങ്ങിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ കടഭാരം നീങ്ങിപ്പോകും. കാണിക്ക കൊടുത്തിട്ടോ പണം കൊടുത്തിട്ടോ നേർച്ച നേർന്നിട്ടോ അല്ല കർത്താവേ. യേശുവേ, ധനത്തിന് ഇത് പരിഹാരവുമല്ല. പരിഹാരം ക്രിസ്തുവിൻ്റെ വചനത്തിലാണ്, കണ്ണുനീരിലാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ ശക്തികളാൽ മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് മക്കൾ ജനിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിവാഹപ്രായമായവർ വിവാഹിതരാകട്ടെ. വിവാഹം വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രായമായവർ വിവാഹം നടക്കുവാനുള്ളതായ ആഗ്രഹം അവർക്കുണ്ടാകട്ടെ. അത് ദൈവത്തിൻ്റെ വചനമാണെന്ന് അവരറിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ ഞങ്ങളെ അറിയിച്ചാലും ഇല്ലെങ്കിലും അവിടുത്തെ അത്ഭുത ശക്തി ദൈവമേ അവരുടെ മേൽ പകരുമാറാകണമേ. പിശാചിനെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പിശാചെ മാറിപ്പോ എന്ന് നിന്നോട് കൽപ്പിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർ സ്വതന്ത്രരാകട്ടെ. ദൈവമേ, തീരാവ്യാധികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുവാനിടയായി ഒരു സഭയിലെ പാസ്റ്ററായി കുറച്ച് ദിവസം സേവനമനുഷ്ഠിച്ചു. എൻ്റെ 17-ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുകയും തുടർന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരുന്നു, പ്രതിഫല ഇച്ഛ കൂടാതെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തിക്കാട്ടുക എന്നുള്ള ജോലിയാണ് എനിക്കുണ്ടായിരുന്നത്. ഇതിനിടയിൽ ജീവിത സന്ധാരണത്തിന് തൊഴിലുകളും ചെയ്തു, പല തൊഴിലുകൾ. അതിൽ പ്രധാനമായിട്ട് കൃഷികാര്യങ്ങൾ, ബിസിനസ്സുകൾ. പിന്നെയാണ് ഒരു ചർച്ചിൽ ഏകദേശം 28 വർഷത്തോളം സ്ഥിരമായി ഒരു സേവ ചെയ്യുവാനിടയായി. അത് ചെയ്യുമ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങളാണ് ഞാൻ ഓരോ ദിവസവും എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്നും ഒരനുഭവം നിങ്ങളോട് സൂചിപ്പിക്കാം.
ഒരാൾ വന്ന് ഒരു കോൺവെൻറ്റ് പോലുള്ള ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ സഹോദരിമാരാണ് അധികമായിട്ട് ഉള്ളത്. ഒരു ഓർഫണേജാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്ത് വിദ്യാഭ്യാസവും കൊടുക്കുന്ന ഒരു സ്ഥലം. അവിടെ ചിലപ്പോഴൊക്കെ വളരെ ചുരുക്കം 1, 2, 3 പ്രാവശ്യം ഞാനും അവിടെ പോയിട്ടുണ്ട്. പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക, അതാണ് ജോലി. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു ടീച്ചർ ഒരു കുപ്പിയിൽ, ഒരു ചെറിയ കുപ്പിയിൽ ശകലം വെളിച്ചെണ്ണ കൊണ്ടുവന്നു. പാസ്റ്റർ, ഇതൊന്ന് പ്രാർത്ഥിച്ച് തരണം എന്ന് പറഞ്ഞു. ഞാൻ ആ എണ്ണ പ്രാർത്ഥിച്ചു കൊടുത്തു. തുടർന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരി മറ്റു പലരുമായിട്ട് പള്ളിയിൽ വരാൻ തുടങ്ങി. അവർക്കെന്തോ ഒരു വിശ്വാസം വന്നതുപോലെ എനിക്ക് തോന്നി. ഒരു ദിവസം ഞാൻ പിന്നെയും ആ ഓർഫണേജിൽ പോയപ്പോൾ ആ സഹോദരി പ്രസന്നവദനയായിരുന്നു. അവരുടെ മ്ലേനഭാവം എല്ലാം മാറി. അവർക്ക് അന്ന് 33 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ആര് പറഞ്ഞാലും വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആര് ചോദിച്ചാലും എന്താണെന്ന് ചോദിച്ചാൽ പറയുകയില്ല. ആ സഹോദരിയുടെ കീഴിൽ 3 പേരുണ്ട്. അവർക്കും ഇതുകൊണ്ട് വിവാഹം നടക്കുന്നില്ല. അപ്പോൾ മാതാപിതാക്കൾ വളരെയധികം വിഷമത്തിലും ഭാരത്തിലുമായിരുന്നു. ഈ മൂത്തവർക്ക് വിവാഹം നടക്കുന്നില്ലല്ലോ എന്നോർത്ത് അവർ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അല്ല, അവർ കരയുകയും മറ്റും ചെയ്യുകയായിരുന്നു. അവർ വിശ്വാസ കുടുംബത്തിൽപ്പെട്ടവരല്ല. ഞാൻ ആ സഹോദരിയോട് നിങ്ങളുടെ അനുഭവം എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾ ആരാധനയ്ക്ക് വരുന്നു, എന്ത് അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹോദരി അവരുടെ അനുഭവങ്ങൾ മടിച്ചാണെങ്കിലും എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എനിക്കൊരു അനുഭവമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് വിവാഹം ഇഷ്ടമില്ലാതെ പോയത്. ഇപ്പോൾ ഞാനതിൽ നിന്ന് സ്വതന്ത്രയായിരിക്കുന്നു. ഞാനതെങ്ങനെയെന്ന് ചോദിച്ചു. വളരെ ദയനീയമായ ഒരു സംഭവം അവൾ പറഞ്ഞു. ഞാനതിൻ്റെ സമ്പൂർണ്ണ കാര്യം പറയുവാൻ സാധ്യമല്ല, എങ്കിലും നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി പറയാം. ഈ സഹോദരി അവിടെ കോൺവെൻറ്റിൽ പാർക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ അവൾക്ക് കുളിച്ച് ഒരുങ്ങി പൗഡറും മറ്റ് പെർഫ്യൂംസ് ഉപയോഗിക്കാനായിട്ട് തോന്നും. അതാരോ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെടും. അന്ന് സ്കൂളിൽ പോകണ്ട, കുട്ടികളെ പഠിപ്പിക്കണ്ട എന്ന് വയ്ക്കും. എന്നിട്ട് അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ മറ്റാരെങ്കിലും അവളെ ഏൽപ്പിക്കും. ഈ കുട്ടി അല്ലെങ്കിൽ ഈ സഹോദരി അവിടെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കയറി കതവും പൂട്ടി അങ്ങനെ കിടക്കും. അപ്പോൾ അവൾ ഒരു കാഴ്ച കാണും.
ഒരു സ്വർണ്ണത്തേര് പോലുള്ള മനോഹരമായ തേരിൽ ഒരാൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ഇവളുടെ മുറിയിൽ വരും. അത് ഒരു ആൺവേഷത്തിലാണ് വരുന്നത്. നല്ല സുന്ദരനായ മനുഷ്യൻ. അദ്ദേഹം വരുമ്പോൾ തന്നെ നല്ല മണം അവിടെയൊക്കെ അവൾക്ക് അനുഭവപ്പെടുന്നതാണ്. പിന്നെ അവിടെ നടക്കുന്നത് എന്താണെന്ന് പറയാൻ കഴിയില്ല. ഒരു സ്ത്രീയോട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭാര്യയോട് ചെയ്യുന്നതൊക്കെ അവിടെ അനുഭവപ്പെടും. അത്രയും മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു. അവൾ സന്ധ്യയാകും ദൂരെ അദ്ദേഹം അവിടെ ഉണ്ടാവും. സന്ധ്യയാകുമ്പോൾ ശരീരമൊക്കെ തളർന്ന് ക്ഷീണിച്ച് ഭക്ഷണം പോലും അന്ന് കഴിക്കാൻ വയ്യാതെ ഒരവശ നിലയിലായി കിടക്കും. പിന്നെ പിറ്റേന്ന് മാത്രമേ എഴുന്നേൽക്കുകയുള്ളൂ. ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ആരെയും അടുത്ത് വരുത്തുകയുമില്ല. അങ്ങനെ ഒരനുഭവം ഉണ്ട്. പാസ്റ്റർ, എനിക്കത് അരോചകമാണ്. പക്ഷേ ഞാൻ നിർബന്ധിതയായിത്തീരുന്നു. അങ്ങനെയാണ് പാസ്റ്ററുടെ, ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം എന്നുള്ള വിശ്വാസത്തിലാണ്. ഈ എണ്ണ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന് എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇട്ടു. ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ എണ്ണയെടുത്ത് എൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി തൊട്ടിടുവാനുണ്ടായി. ഈ മനുഷ്യൻ അന്നും, അല്ലെങ്കിൽ ഈ വ്യക്തി, ഈ ഗന്ധർവൻ അന്നും വന്ന് എൻ്റെ റൂമിൻ്റെ ചുറ്റും പല പ്രാവശ്യം ചുറ്റി എന്നെ ക്രൂവലായിട്ട് വളരെ ദേഷ്യത്തിലിങ്ങനെ നോക്കി. എൻ്റെ അടുത്ത് വരാൻ കഴിയുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പല പ്രാവശ്യം അദ്ദേഹം അടുത്ത് വരുവാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് വരാൻ കഴിയുന്നില്ല. കുറേ നേരം കഴിഞ്ഞതിന് ശേഷം അയാൾ തിരിച്ചു പോയി വളരെ ദേഷ്യത്തിൽ. ഞാൻ പിന്നെ ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എനിക്ക് യേശുവിനെക്കുറിച്ച് ചെറിയ കേൾവിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ആ അനുഭവം വച്ച് യേശുവെ എന്ന് പറയുമായിരുന്നു. ഇത് തിരികെ പോയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. അതിനുശേഷം അത് സ്വപ്നത്തിലെങ്കിലും എൻ്റെ അടുക്കൽ വരികയോ എന്നെ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല. ഞാനിന്ന് സ്വതന്ത്രയാണ്, വളരെ സ്വതന്ത്രയാണ്. എനിക്കും കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അവൾക്ക് പിന്നീട് വിവാഹിതയായി. ഇപ്പോൾ 2 കുട്ടികളുണ്ട്. ബോംബെയിൽ അവർ കുടുംബമായി താമസിക്കുന്നു. വിശ്വാസത്തിൽ ആ കുടുംബമെല്ലാം ക്രിസ്തുവിനെ കണ്ടെത്തുവാനിടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, പിശാചിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല.
നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. പിശാച് വരുന്നത് മോഷ്ടിക്കുക, മുടിക്കുക, അറുക്കുക, കൊല്ലുക ഇത്യാദി കാര്യങ്ങൾക്കാണ്. എനിക്ക് തന്നെ വലിയ അത്ഭുതം തോന്നുന്ന ഒരു സംഭവമായതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു. ഇത് മാത്രമല്ല, കുലപാതകത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളുമുണ്ട്. ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് ഒരിക്കൽ പറയുവാൻ താല്പര്യമുണ്ട്. ഞാനിപ്പോൾ പ്രായമുള്ളവനായി ശരിക്ക് സംസാരിക്കുവാനോ മറ്റോ കഴിയുന്നില്ല. പിന്നെ ഈ ഉപകരണങ്ങൾ പഴയതായതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. എന്നാലും കേൾക്കുന്നവർക്ക് ഇത് പാഠങ്ങളായിട്ട് ഇരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഭാരങ്ങളുണ്ടെങ്കിൽ നിങ്ങളും കർത്താവായ യേശുവിനോട് പറയുക, കർത്താവേ, ഞാൻ ദുഃഖിതനാണ്, ഞാൻ ദുഃഖിതയാണ്, എനിക്ക് അങ്ങയിൽ നിന്ന് പഠിക്കുവാൻ ആഗ്രഹമുണ്ട്, അങ്ങയെ സേവിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയമായും നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കുമെന്നുള്ളതിന് സംശയമില്ല. തുടർന്ന് അടുത്ത 2-3 ദിവസം ഈ ആദാമിനെക്കുറിച്ചും ഹവ്വയെക്കുറിച്ചും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. ഈ ട്യൂബിലൂടെയും അല്ലാതെ പ്രസംഗങ്ങളിലൂടെയും ഒക്കെ നിങ്ങൾ അത് കേൾക്കുന്നവയുമാണ്. എന്നാൽ ഞാൻ പഠിച്ചതിൽ എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ വ്യാഖ്യാനങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ അറിവ്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പറയുന്നത്, എല്ലാവരും എന്നല്ല, മിക്കവാറും പലരും പറയുന്നത് ഹവ്വയാണ് പാപത്തിൻ്റെ കാരണക്കാരി. ചിലർ പറയുന്നത് അങ്ങനെയല്ല എന്നാണ്. അതുപോലെ ആദാമിന് 2 മക്കളല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചില യൂട്യൂബുകളിലൊക്കെ അവർക്ക് മക്കൾ വേറെ ഉണ്ടായെന്ന് പറയാറുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഒരു പ്രൊഫസർ ചോദിച്ചു, ആദാമിനും ഹവ്വയ്ക്കും 2 മക്കൾ, കായീനും ഹാബീലും, ഒരുത്തനെ കൊന്നു. പിന്നെ കായീൻ പെണ്ണ് കെട്ടാൻ നടന്നു. അവന് ഭാര്യ എവിടെ നിന്നോ കിട്ടിയെങ്കിൽ അതിനു മുമ്പ് ജനം ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബൈബിള് ശരിയല്ല, കള്ളമാണ്. അന്നത്തെ അറിവ് എനിക്ക് അറിയില്ല. ഞാനും വിശ്വസിച്ചിരുന്നത് കായീനും ഹാബേലും മാത്രമാണ് ആദാമിൻ്റെയും ഹവ്വയുടെയും മക്കളെന്ന്. ഇന്നെനിക്ക് ധൈര്യമായി പറയാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ 1, 2, 3, 4, 5 അധ്യായങ്ങളിൽ കാണുന്നതായ ചില സംഭവങ്ങളെ കൂടെ ഈ ദിവസങ്ങളിൽ പറഞ്ഞതിന് ശേഷം ശതക്കണക്കിന് വിഷയങ്ങളുണ്ട് ബൈബിളിലെ. അതിൽ ചിലത് നമുക്ക് ചിന്തിക്കാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം,
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. ഈ നിരീശ്വരവാദികൾ പറയുന്നത് പോലെ അല്ല ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതിയും പ്രപഞ്ചത്തിൻ്റെ പോക്കും. അത് സത്യമാണ്. ഒരു 10, 40, 50 വയസ്സുള്ള ഒരുത്തൻ പണ്ടിങ്ങനെ ആയിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. സയൻസ് തന്നെ എത്രയോ പ്രാവശ്യം മാറ്റിയിരിക്കുന്നു. ഒരു ഉദാഹരണം, പണ്ട് ഭൂമി പരന്നിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭൂമി അണ്ഡാകൃതിയിലായിരുന്നു എന്ന്. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഭൂമി അണ്ഡാകൃതിയിലാണ്, മുട്ടയുടെ രൂപത്തിലാണ്. ഇപ്പോൾ വീണ്ടും പറയുന്നു അത് ഗോളമാണ്, അതൊരു ഗോളാകൃതിയാണ്. അപ്പോൾ ശാസ്ത്രത്തിന് തന്നെ മാറ്റി മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. ആറ്റം വിഘടിക്കയില്ലെന്നാണ് ശാസ്ത്രം ആദ്യം പറഞ്ഞിരുന്നത്. നമ്മുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ, നിഘണ്ടുവിൽ ആറ്റം വിഘടിക്കയില്ലെന്നാണ് അതിൻ്റെ നിർവചനം എഴുതിയിട്ടുള്ളത്. എന്നാൽ ബൈബിൾ മാത്രമാണ് ആറ്റം വിഘടിക്കുമെന്ന് എഴുതിയത്. അതും ഒരു മുക്കുവനിലൂടെ ആത്മാവ് പ്രവർത്തിച്ചു. അതുകൊണ്ട് ബൈബിളിനെ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് സത്യമാണ്. ബൈബിൾ ഒരു സത്യമാണ്. ഈ ബൈബിളിൻ്റെ പേര് തന്നെ വിശുദ്ധ സത്യ വേദ പഠന പുസ്തകം എന്നാണ്. ഇത് പഠിക്കാം, ഇനിയും മനുഷ്യന് പഠിച്ചുകൊണ്ടിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇത്രയും സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. നന്ദി, നമസ്കാരം. തുടർന്നും വചനങ്ങളെ കേൾക്കുവാൻ ദൈവം അവസരം തരട്ടെ. ആമേൻ.